പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഒരു പ്രീ പ്രൈമറി സ്കൂളാവട്ടെ, അതല്ലെങ്കിൽ ഒരു മോണ്ടിസോറി സ്കൂളാവട്ടെ, പല തരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ ആവശ്യമുണ്ട്. പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ് വാസ്തവത്തിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള ഡെവലപ്മെൻറ്റ്സും സാധ്യമാകണമെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത്യാവശ്യമായിരിക്കും. നമുക്കറിയാം, കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ് സാധ്യമാകണം, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സാധ്യമാവണം, എമോഷണൽ ഡെവലപ്മെൻറ്റ്സ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഡെവലപ്മെൻറ്റുകൾ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറ്റീരിയൽസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത്യാവശ്യമായിരിക്കും. അതേക്കുറിച്ചായിരിക്കും തുടർന്നുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ നടത്തുക. മെറ്റീരിയൽസിനെ കുറിച്ച് പരിചയപ്പെടുകയും അവ എപ്രകാരം ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചിട്ട് അറിയുകയും, അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലുകളും ഏത് ഡെവലപ്മെൻറ്റുകളെയാണ് സാധ്യമാക്കുന്നത്, സഹായകമാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു വിദ്യാഭ്യാസം പൂർണ്ണമാകുകയുള്ളൂ. കേവലം ചില തിയറി ക്ലാസ്സുകൾ മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ഒരു പ്രീ പ്രൈമറി ടീച്ചർ ആവുവാനോ അതല്ലെങ്കിൽ ഒരു മോണ്ടിസോറി ടീച്ചർ ആവുവാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ഒരു പ്രീ പ്രൈമറി ക്ലാസ് റൂമിൽ ഉപയോഗപ്പെടുത്തേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് മോണ്ടിസോറി ക്ലാസ്സുകളിൽ ഉപയോഗപ്പെടുത്തേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. കുറേ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മളുടെ ഈ ലേണിംഗ് പ്രോസസ്സിനെ, അതുപോലെ തന്നെ ഈ ടീച്ചിങ് പ്രൊഫഷനെ, നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നത് ഒരു ടീച്ചിങ് പ്രൊഫഷൻ രംഗത്തേക്കാണ്. ആ ഒരു പ്രൊഫഷനെ നമ്മൾ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കുന്നതിന് ഈ ഒരു ക്ലാസ് അനിവാര്യമാണ്. ആദ്യമായി നമുക്ക് പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടി വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ മോഡേൺ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് റൂമുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ ആവശ്യമുള്ള ബേസിക് മെറ്റീരിയൽസ് ഏതെല്ലാമാണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. ക്രയോൺസ്, മാർക്കേഴ്സ്, അതുപോലെ തന്നെ കളർ പെൻസിൽസ്, ഇതാണ് ഒരു സെറ്റ്. എന്താണ്? ക്രയോൺസ്, മാർക്കേഴ്സ് ആൻഡ് കളർ പെൻസിൽ. ക്രയോണുകൾ ഉപയോഗിച്ച് കുട്ടികൾ ചിത്രങ്ങൾ വരയ്ക്കുന്നു, അതുപോലെ തന്നെ മാർക്കറുകളും ഉപയോഗപ്പെടുത്തുന്നു, പിന്നെ കളർ പെൻസിലുകളും ഉപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം വരയ്ക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ഈ വരയിലൂടെ എന്തെല്ലാം നേട്ടമാണ് കുട്ടിക്കുണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബോർഡിൽ ഒരു കാര്യം എഴുതുമ്പോൾ നമ്മളുടെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കൈ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? അവിടെ ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ നടക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയിലെ ക്രിയേറ്റിവിറ്റിയും വർദ്ധിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ക്രയോൺസ് ഉപയോഗിച്ചും കൊണ്ടും മാർക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും കളർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയുള്ള ചിത്രരചനകൾ, ഡ്രോയിങ്ങുകൾ എന്നിവയിലൂടെ കുട്ടി നേടിയെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഐറ്റം കൺസ്ട്രക്ഷൻ പേപ്പേഴ്സാണ്. പലതരത്തിലുള്ള പേപ്പേഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. സാധാരണ നമ്മൾ A4 ഷീറ്റുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്, അതുപോലെ തന്നെ ചാർട്ട് പേപ്പർ ഉപയോഗപ്പെടുത്താറുണ്ട്, കളർ പേപ്പേഴ്സ് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇതെല്ലാം എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്? കട്ടിങ്, അതുപോലെ തന്നെ പേസ്റ്റിങ്, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് വേരിയസ് ആർട്ട് പ്രോജക്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ട് പ്രോജക്റ്റുകൾ സൃഷ്ടിക്കുന്നതിനും എന്തുപയോഗപ്പെടുത്താറുണ്ട്? കൺസ്ട്രക്ഷൻ പേപ്പേഴ്സ് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റികളിലൂടെ കുട്ടി എന്തെല്ലാമാണ് അവിടെ നേടിയെടുക്കുന്നത്? ആ കുട്ടിയുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു.
അതുപോലെ തന്നെ കുട്ടിയിലൊരു ഇമാജിനേഷൻ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടും ഇത് സഹായമാവുന്നു. പല കാര്യങ്ങളും ഇമാജിൻ ചെയ്തിട്ടാണ് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഇമാജിനേഷൻ കൂടിയാണ്. ഇനി മറ്റൊന്ന് ഗ്ലൂ സ്റ്റിക്സ് ആൻഡ് ലിക്വിഡ് ഗ്ലൂ. എന്താണ് ഗ്ലൂ? പശ. ഗ്ലൂ സ്റ്റിക്കുകൾ അല്ലേ, സ്റ്റിക്ക് രൂപത്തിലുള്ള പശകളുണ്ടല്ലോ, അതാണ് ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് ഗ്ലൂ, സാധാരണ നമ്മൾ ട്യൂബുകളിലൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഗ്ലൂ ആണ്, പശയാണ്. അതല്ലെങ്കിൽ ഫെവിക്കോളും മറ്റും നമ്മൾ വാങ്ങാറുണ്ടല്ലോ, അത്തരത്തിലുള്ള പശയാണ് മറ്റൊന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ സ്റ്റിക്കും അതുപോലെ തന്നെ ലിക്വിഡ് ഗ്ലൂ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചാർട്ടിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ലിക്വിഡ് ഗ്ലൂവോ അതല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കോ വേണ്ടി വരും. അതുപോലെ തന്നെ സീക്വൻസിങ്ങിന് ഈ സീക്വൻസുകൾ അതെല്ലാം പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്ലൂ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പശ ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലേ. കട്ടിങ്ങിൻ്റെയും പേസ്റ്റിങ്ങിൻ്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വേണം? സിസേഴ്സ് വേണം, കത്രിക വേണം അല്ലേ. സേഫ്റ്റി സിസേഴ്സാണ് കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് സുരക്ഷിതമായിട്ട് കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സേഫ്റ്റി സിസേഴ്സ് ആണ് ക്ലാസ് റൂമുകളിൽ വേണ്ടത്. ഈ സിസർ കട്ടിങ്ങിലൂടെ, കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നതിലൂടെ ഏതെല്ലാം തരത്തിലുള്ള ഡെവലപ്മെൻ്റാണ് അവിടെ സാധ്യമാകുന്നത്? ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാഴ്ച, അതോടൊപ്പം തന്നെ കൈ കൊണ്ടാണ് വാസ്തവത്തിൽ കത്രിക ചലിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയും എന്തുണ്ട്? ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ നടക്കുന്നുണ്ട്. പെയിൻറ് ആൻഡ് ബ്രഷ്, പെയിൻസ് ആൻഡ് ബ്രഷസ്, ഇതാണ് മറ്റൊരു സെറ്റ് മെറ്റീരിയൽസ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് നടത്താറുണ്ട് അല്ലേ. ചിത്രങ്ങളുടെ ഔട്ട്ലൈനുകൾ കൊടുത്തിട്ട് പെയിൻറ് ചെയ്യാൻ, കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് നമുക്ക് ആവശ്യപ്പെടാം. അതിന് വേണ്ടിയിട്ടാണ് പെയിൻറ്റും അതുപോലെ തന്നെ ബ്രഷുകളും ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പറഞ്ഞതിലൊക്കെ ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഈ പെയിൻറ്, ബ്രഷുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റികൾ വളരെ സുപ്രധാനമാണ്. ഐ ഹാൻഡ് കോർഡിനേഷനോടൊപ്പം തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസും ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇനി എഡ്യൂക്കേഷണൽ ടോയ്സ് ആൻഡ് ഗെയിംസ്. ഈ ഗണത്തിൽ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്കുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. ബിൽഡിംഗ് ബ്ലോക്സ്, പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസ്, നിർമ്മിതികൾ, അതിനു വേണ്ടിയിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗപ്പെടുത്താറുണ്ട് ക്ലാസ് റൂമുകളിൽ. ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ എന്നിവ നിർമ്മിക്കുന്ന കുട്ടികൾ. ഇതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ സ്പേഷ്യൽ അവയർനെസ്സും കുട്ടികളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന സ്ഥലത്ത് ഇന്ന ബ്ലോക്ക് വെക്കണം എന്നുള്ളൊരു ധാരണ കുട്ടികൾ സ്വയം സൃഷ്ടിക്കുന്നു. അതിനനുസരിച്ച് അവർ കൺസ്ട്രക്ഷൻ നടത്തുന്നു. അപ്പോൾ ഒരു സ്പേഷ്യൽ അവയർനെസ് കൂടി അവിടെ ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതുപോലെ ഫൈൻ മോട്ടോർ സ്കിൽസും ഇതോടുകൂടി ഡെവലപ്പ് ചെയ്യുന്നു. മറ്റൊന്നാണ് പസിൽസ്. നമ്മൾ ധാരാളം പസിൽസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. ഈ പസിൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പസിൽസ് ചെയ്യിക്കുന്നത് കുട്ടികളെ? അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? കുട്ടികളിലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഐ ഹാൻഡ് കോർഡിനേഷനും നടക്കുന്നു. ഇതാണ് വ്യത്യസ്തങ്ങളായ പസിൽസ് കൊണ്ടുള്ള ഗുണം. പിന്നെ കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു ഗെയിമാണ് സോർട്ടിംഗ് ആൻഡ് മാച്ചിങ്. വ്യത്യസ്തങ്ങളായ മെറ്റീരിയൽസ് എന്നാൽ അതിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം സോർട്ട് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ
രണ്ട് സാധനങ്ങൾ പരസ്പരം മാച്ച് ചെയ്യുന്നത്, വ്യത്യസ്ത കളറുകൾ, അതുപോലെ തന്നെ ഷെയ്പ്സ്, സൈസസ്, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗെയിം വളരെ ഉപകാരപ്രദമാണ്. സോർട്ടിംഗ് ആൻഡ് മാച്ചിങ് ഗെയിംസ്. ഇതുകൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് പറയുന്നത് കുട്ടികളിലെ കോഗ്നിറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇത് സാധ്യമാകുന്നത്. ഒരേ കളറുകൾ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ ഒരേ ഷേപ്പിലുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക, ഒരേ സൈസിലുള്ള മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ സൈസുകൾ കമ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രോസസ്സൊക്കെയാണ് ഈ ഗെയിമിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്നത്. അത് കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു ഐറ്റം പ്ലേ ഡഫ് ആൻഡ് മോൾഡിംഗ് ക്ലേ. പ്ലേ ഡഫ് ആൻഡ് മോൾഡിംഗ് ക്ലേ. എന്താണ് ഡഫ് എന്ന് പറഞ്ഞാൽ? ഡഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവാണ്, അല്ലേ? നമ്മൾ മാവ് കുഴച്ച് ചപ്പാത്തിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമല്ലോ, ചപ്പാത്തി പത്തിരിയൊക്കെ ചുടാൻ. അതേപോലെ മാവ് ആക്കുവാൻ വേണ്ടിയിട്ട്, മാവ് രൂപത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പൗഡറുകൾ ലഭ്യമാണ് മാർക്കറ്റിൽ. അതിനെയാണ് പ്ലേ ഡഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോൾഡിംഗ് ക്ലേ, വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്ലേ, കളിമണ്ണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? വ്യത്യസ്തങ്ങളായ രൂപങ്ങളും ഷേപ്പുകളുമെല്ലാം കുട്ടികളെ കൊണ്ട് നിർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഷേപ്പുകൾ, വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? പ്ലേ ഡഫും അതുപോലെ തന്നെ മോൾഡിംഗ് ക്ലേയും ഉപയോഗിക്കുന്നു. കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം, നമുക്ക് ചെയ്തിട്ട് കുട്ടികളോട് ഓരോ ഐറ്റം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഇത് കുട്ടികളുടെ ക്രിയേറ്റീവ് സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഐറ്റം ബുക്സ് ആൻഡ് ലിറ്റററി ടൂൾസ്. നമുക്കറിയാം പിക്ചർ ബുക്സ്, അതുപോലെ തന്നെ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്സ്, ഇതെല്ലാം ഉപയോഗപ്പെടുത്താറുണ്ട്. അതാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന ബുക്സ് ആൻഡ് ലിറ്റററി ടൂൾസ്. ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ബ്ലോക്കുകൾ, ABCD എന്നുള്ള അക്ഷരങ്ങളുടെ ബ്ലോക്കുകൾ. അതിൽ പ്രധാനപ്പെട്ടവ പിക്ചർ ബുക്സ്. ഒന്നാമത്തെ എന്താ പറയാം? പിക്ചർ ബുക്സ്. നമുക്കെല്ലാം പരിചിതമാണ്. വ്യത്യസ്തങ്ങളായ പിക്ചർ ബുക്സ് അവൈലബിൾ ആണ്. ആൽഫബറ്റ്സ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിക്ചേഴ്സാണ് കുട്ടികളെ കാണിച്ചു കൊടുക്കുക. അത് എന്താണ് എന്ന് അവരെ മനസ്സിലാക്കുന്നു. അതിനുശേഷമൊക്കെയാണ് അവർ ഈ പിക്ചർ ബുക്സ് കൊണ്ടുള്ള മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോറി ടെല്ലിംഗ്, ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികളെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു. അതിലൂടെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയാണ്. കുട്ടികൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നടക്കുന്നത്? അവിടെ അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ പിക്ചർ ബുക്സിലൂടെ അവർ പലതരത്തിലുള്ള കഥകൾ പറയുന്നു. അത് പലതും അവർ ഇമാജിൻ ചെയ്തിട്ടാണ് കഥകൾ പറഞ്ഞു കേൾപ്പിക്കുക. അപ്പോൾ അവരുടെ ഇമാജിനേഷൻ കൂടി അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അവർക്ക് ആ ഒരു ഇമാജിനേഷൻ എന്ന പ്രോസസ്സിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് അവരതൊരു സ്റ്റോറിയാക്കിയിട്ട് നമ്മോട് പറയുന്നത്, നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇമാജിനേഷൻ പവർ ഉണ്ടാകുന്നു. അവരതൊരു സ്റ്റോറിയാക്കുന്നു. ആ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതോടൊപ്പം ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തത് ആൽഫബറ്റ് ബ്ലോക്സ് ആൻഡ് ലെറ്റേഴ്സ്. ആൽഫബറ്റ് ബ്ലോക്സ് ABCD എന്നിങ്ങനെ ഓരോ അക്ഷരങ്ങളുടെ ഓരോ ബ്ലോക്കുകൾ. ബുക്സിൽ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ്, അതല്ലെങ്കിൽ കാർഡുകൾ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കുട്ടികളെ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നതിന്, സ്പെല്ലിങ് മനസ്സിലാക്കുന്നതിന്, അതോടൊപ്പം തന്നെ അവരുടെ ഇയർലി ലിറ്റററി സ്കിൽസ്
വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള ആൽഫബറ്റ് ബുക്സ് ഉപയോഗപ്പെടുത്താം. അടുത്തത് സ്റ്റോറി ടെല്ലിംഗ് പ്രോപ്സ്. കുട്ടികളുടെ ആ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇൻ്ററാക്റ്റീവ് സ്റ്റോറി സെഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാം എന്ത് ഉപയോഗിക്കുന്നു? ഈ പ്രോപ്സ് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത് അവരിലെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അവരിലെ സോഷ്യൽ സ്കിൽസും അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലേ? രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് രണ്ട് കുട്ടികൾ അഭിനയിക്കുമ്പോൾ, ഒരേ പ്ലാറ്റ്ഫോമിൽ അഭിനയിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു സോഷ്യൽ സ്കില്ല് കൂടി വർദ്ധിക്കുകയാണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള പ്രോപ്സ് സഹായകമാകുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി എക്യുപ്മെൻറ്റ്സ് എന്താണ്? വ്യത്യസ്ത സൈസിലുള്ള ബോൾസ്, അല്ലേ? കുട്ടികൾ തട്ടിക്കളിക്കുന്നു, അതുപോലെ തന്നെ ഒരാൾ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റാൾ ക്യാച്ച് ചെയ്യുന്നു, കാലുകൊണ്ട് തൊഴിക്കുന്നു, അതല്ലെങ്കിൽ കാലുകൊണ്ട് പന്ത് തട്ടുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത സൈസിലുള്ള ബോൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എക്യുപ്മെൻറ്റ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? വ്യത്യസ്ത സൈസുകളിലുള്ള ബോൾസ്. ത്രോയിങ്, ക്യാച്ചിങ്, അതുപോലെ കിക്കിങ്, ഇതെല്ലാം ബോൾസ് കൊണ്ട് കുട്ടികൾ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പെയിൻറ്റിങ്, ഡ്രോയിങ്, അതുപോലെ തന്നെ കട്ടിങ് എന്നിവയെല്ലാം കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്തിരുന്നത് എങ്കിൽ ബോൾസ് ഉപയോഗിച്ച് അവർ കളിക്കുമ്പോൾ അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റാണ് സാധ്യമാകുക. കൈകാലുകളാണ് അവിടെ ചലിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അവിടെ സാധ്യമാകുന്നു. അതുപോലെ തന്നെ അവരുടെ കോർഡിനേഷൻ നടക്കുന്നുണ്ട്, അല്ലേ? പന്ത് വരുമ്പോൾ അവൻ ശ്രദ്ധയോടു കൂടിയിട്ടാണ് അവൻ ക്യാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പന്ത് അവൻ ശ്രദ്ധയോടുകൂടി ആണ് അവൻ കാലുകൊണ്ട് തട്ടുന്നത്. അപ്പോൾ അവരുടെ ഈ കണ്ണിൻ്റെയും ഒരു കോർഡിനേഷൻ കൂടി അവിടെ നടക്കുകയാണ്. കണ്ണിൻ്റെയും കൈകളുടെയും അതുപോലെ തന്നെ കണ്ണിൻ്റെയും കാലിൻ്റെയും ഒക്കെ ഒരു കോർഡിനേഷൻ കൂടി അവിടെ നടക്കുന്നത്. എന്താണ് ഹുലോ ഹൂപ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കണ്ടിരിക്കും ഒരു വലിയ റിങ്, അല്ലേ? ആ കുട്ടികളുടെ ബെല്ലിയിലിട്ട് വരൻ്റെ ഭാഗത്തിട്ട് ഇങ്ങനെ തിരിക്കുന്ന, അവർ ആ റിങ് ഇങ്ങനെ തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം സ്കിപ്പിങ്ങിനായിട്ട് നമ്മൾ വള്ളികൾ കൊടുക്കുന്നു. ഇതെല്ലാം ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളാണ്. അതുപോലെ തന്നെ ജംപ് റോപ്സ്, ഇതെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റികളാണ് അവിടെ നടക്കുന്നത്. ഇതിലൂടെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ കോർഡിനേഷനും അവിടെ നടക്കുന്നു. നമുക്കറിയാമല്ലോ, വള്ളിച്ചാട്ടം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആകുക. അതല്ലെങ്കിൽ കാലിൽ തട്ടിയിട്ട് നമ്മൾ വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ കൂടി സാധ്യമാവേണ്ടതുണ്ട്. മറ്റൊന്ന് റൈഡ് ഓൺ ടോയ്സ്, ട്രൈ സൈക്കിൾസ്, അല്ലേ? കുട്ടികൾ സവാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താണ് റൈഡ് ഓൺ ടോയ്സ് എന്ന് പറയുന്നത്. ട്രൈ സൈക്കിൾസ്, 3 ചക്രമുള്ള സൈക്കിളുകൾ ഉപയോഗിക്കുന്നു. ഇത് ഒരു ഔട്ട്ഡോർ ഗെയിം കൂടിയാണ്. ഇതിലൂടെയും 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റാണ്. കുട്ടികൾക്ക് ബാലൻസിങ് കൂടി അവിടെ നേടാനുള്ള ഒരു അവസരമാണ്. അവർ വീഴാതെ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്, സൈക്കിൾ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ അവർക്ക് ഇതിലൂടെ സാധ്യമാകുകയാണ്. അപ്പോൾ ഒരു ബാലൻസിങ് കൂടി ഇവിടെ സാധ്യമാകുന്നു ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് പുറമെ, അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ പുറമെ. മറ്റൊന്നാണ് മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ്സ്. വ്യത്യസ്തങ്ങളായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡ്രംസ്, അതുപോലെ തന്നെ തമ്പുരു പോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വ്യത്യസ്തങ്ങളായ മ്യൂസിക്കുകൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യുവാനും, അതുപോലെ തന്നെ ഒരാൾ ഇത് മ്യൂസിക് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനനുസരിച്ച് താളം വെക്കുന്നു, അതല്ലെങ്കിൽ കൈകൊട്ടുന്നു, അതല്ലെങ്കിൽ ചാടിക്കളിക്കുന്നു, തുള്ളിക്കളിക്കുന്നു. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ക്ലാസ് റൂമുകളിൽ നടക്കുമ്പോൾ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ ഡെവലപ്മെൻറ്റുകൾ കൂടി അവിടെ സാധ്യമാവുകയാണ്.
ഇതിലൂടെ ഒന്നാമതായി നേടിയെടുക്കുന്നത് ഒരു ഓഡിറ്ററി ഡെവലപ്മെൻ്റാണ്. വ്യത്യസ്തങ്ങളായ സംഗീതോപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളാണ് പുറത്തു വരുന്നത്. ആ ശബ്ദങ്ങളെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു ചെണ്ട കൊട്ടുന്നതും മദ്ദളം കൊട്ടുന്നതും അതുപോലെ തന്നെ ഒരു ഡ്രമ്മിൽ അടിക്കുമ്പോഴുള്ള ശബ്ദവും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ സംഗീതത്തിനനുസരിച്ച് കുട്ടികൾ താളം പിടിക്കുകയാണ്, അതല്ലെങ്കിൽ അവരുടെ ഈ കാലുകൾ ചലിപ്പിക്കുകയാണ്, ശരീരം ചലിപ്പിക്കുകയാണ്, അതിനനുസരിച്ച് അവർ മൂവ്മെൻറ്റ്സ് നടത്തുകയാണ് എങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് കൂടി അവിടെ സാധ്യമാകുന്നു. മറ്റൊരു ഇനമാണ് CD പ്ലെയറുകളും അതുപോലെ തന്നെ ഡിജിറ്റൽ മ്യൂസിക്കൽ ഡിവൈസസും. CD പ്ലെയർ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ആധുനിക സംഗീതോപകരണങ്ങൾ നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളെ സംഗീതം കേൾപ്പിക്കുന്നതിനും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. CD പ്ലെയറുകൾ ഇപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റ് ആയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഡിജിറ്റലായിട്ടുള്ള മ്യൂസിക്കൽ ഡിവൈസസാണ് സാധാരണയായിട്ട് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ ആവശ്യമാണ്? ഒരു പ്രീ പ്രൈമറി ക്ലാസ് സെറ്റിങ്ങിൽ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു മോണ്ടിസോറി ക്ലാസ് സെറ്റിങ്ങിൽ അനിവാര്യമായ സംഗതികളാണ്. വ്യത്യസ്തങ്ങളായ സംഗീതങ്ങൾ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക, ആ സംഗീതത്തിനനുസരിച്ച് അവർ സ്റ്റെപ്പുകൾ വെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ആ ഒരു സംഗീതത്തോടുള്ള ഒരു ആഭിമുഖ്യം സൃഷ്ടിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ അതിനനുസരിച്ച് ചലിക്കുവാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഉടലെടുക്കുന്നു. അങ്ങനെ ചലിക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് നടക്കുന്നു. അതോടൊപ്പം അവരുടെ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നു. ഒരു സംഗീതം കേൾക്കുക എന്ന് പറയുമ്പോൾ അവിടെ സാധ്യമാകുന്നത് ഒരു ഓഡിറ്ററി ഡെവലപ്മെൻറ്റ് കൂടിയാണ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ ആവശ്യമുണ്ട്. ഒരു പ്രീ പ്രൈമറി സെറ്റിങ്ങിൽ അതുപോലെ തന്നെ ഒരു മോണ്ടിസോറി സെറ്റിങ്ങിൽ ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച്.